Good evening, my dear Marcus. Good evening. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കും. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ മക്കളെ. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെ ക്ലാസ് മിസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനകത്തുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ നമ്മള് സമയം ഞാൻ നോക്കിയിട്ട് പറയാം. കാരണം നാളെ സിക്സ്ത് സെമ്മാർക്ക് 2 സെഷൻ ഉണ്ടാവും. സോ അത് പിന്നെ നോക്കിയിട്ട് ഞാന് 2 പേർക്കും അല്ല 2 കൂട്ടർ കൂടെ ഒരു മിക്സ് ആവുന്ന രീതിയിൽ തരാട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്റലിജൻസിന്റെ ബാക്കിയാണ്. ഇന്റലിജൻസ് ഡിറ്റർമിനൻസ് കുറച്ചുകൂടി ഉണ്ട്. അവിടെ മുതലാട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിറ്റർമിനൻസ് മുതൽ. ഫോർത്ത് സെമിന് എക്സാം ഏപ്രിൽ കാണുമെന്ന് പറയുന്നുണ്ട്. അറിഞ്ഞൂടാ, ഏപ്രിലാണ് പറയുന്നത്. എന്തായാലും മാർച്ചിൽ ഉണ്ടാവില്ല. ഫസ്റ്റ് സെം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏപ്രിൽ കാണുന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആയിട്ടിരിക്കാം. എനിക്ക് കുറച്ച് പണികളുണ്ട്. നിങ്ങളുടെ 1-2 നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അതിന്ന് പോയിട്ട് സെറ്റ് ആക്കണം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തിരക്കിലായിരുന്നു. അതാണ്. എൻ്റെ ഒരു ഫയല് കാണുന്നില്ലല്ലോ. അയ്യോ, അവിടെ പോയി. ഒറ്റ സെക്കൻഡ് മക്കളെ. ഒറ്റ സെക്കൻഡ്. നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസിന്റെ ഡിറ്റർമിനൻസ് ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് പിന്നെ ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ട്വിൻ സ്റ്റഡീസ് വെച്ചിട്ടുള്ള ജനറ്റിക് ഇൻഫ്ലുവൻസ് ട്വിൻ സ്റ്റഡീസും വെച്ചിട്ട് പറഞ്ഞു. നേച്ചർ എൻവയോൺമെന്റ് പറഞ്ഞു. അതുപോലെ തന്നെ എവിഡൻസ് ഓഫ് എൻവയോൺ ഇൻഫ്ലുവൻസ് പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്. ഡി മുതലല്ലേ എടുക്കാനുള്ളത്. ഒറ്റ സെക്കൻഡ്. ഡി മുതലല്ലേ നമ്മൾ എടുക്കാനുള്ളത്. ഹലോ, ആരായിരുന്നു? നോ, ആശയല്ല. ആരായിരുന്നു? അതെ 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 അതെ, അഫാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ.
മക്കളെ സി വരെയല്ലേ ഞാൻ എടുത്ത? ആരെങ്കിലും ഒന്ന് പറഞ്ഞ സി വരെയല്ലേ ഞാൻ എടുത്ത്? ഒറ്റൊന്നിനും ബോധമൊന്നുമില്ലേ? നല്ല അടി വേണം നിങ്ങൾക്ക്. സി വരെയല്ലേ ഞാൻ എടുത്തത്? ഡി എടുത്തില്ലല്ലോ. അപ്പം ഡി ആണ് പറയാൻ പോകുന്നത്. ഡി എന്ന് പറയുന്നത് എൻവയോൺമെന്റ്, സോറി, സം അതർ ഫാക്ടേഴ്സ് ആണ്. അതായത് സം അതർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ഏജ്, റേസ്, കൾച്ചർ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, സെക്സ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, ഫ്ലിം എഫക്ട്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഏജിന്റെ കേസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 വരെയാണ് മാക്സിമം നമ്മൾ അക്വയർ ചെയ്യുക, അച്ചീവ് ചെയ്യുക IQ. 20 വയസ്സ് വരെ നമുക്ക് നന്നായിട്ട് ഒരു ഏജ് ഒരു ഫാക്ടർ ആയിട്ട് പറയുമ്പോൾ 20 വയസ്സ് വരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ IQ അച്ചീവ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം സം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റലിജൻസിൽ ഫസ്റ്റ് വൺ ഏജ് ആണ്. ഗ്രോത്ത് ഇൻ ഇന്റലിജൻസ് ക്യാൻ കണ്ടിന്യൂ ത്രൂ ദ ഏർലി 20s. പേഴ്സൺ അച്ചീവ് ഹിസ് മാക്സിമം IQ അറ്റ് അബൌട്ട് 20 years ആൻഡ് റിമെയിൻ സ്റ്റേബിൾ ടിൽ 10 years ആൻഡ് ഡിക്രീസ് ആഫ്റ്റർ ദാറ്റ്. മെയിൻ ഈ പോയിന്റ് ആണ് കേട്ടോ. ചുരുക്കി എഴുതുമ്പോൾ ഈ ഒറ്റ പോയിന്റ് എഴുതി വെച്ചാൽ മതിയാവും. അതായത് ഞാൻ ഫോർട്സമാരോടാണ് പറയുന്നത്, ബാക്കി ഫുള്ള് ഞാൻ പറഞ്ഞു തരും കേട്ടോ, ചുരുക്കി എഴുതാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്താണ്, ഗ്രോത്തും ഇന്റലിജൻസും ഒരു 20 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യും, ഗ്രോ ചെയ്യും. 20 എത്തിക്കഴിഞ്ഞാൽ 10 വർഷം വരെ മാറ്റം ഇല്ലാണ്ട് നിൽക്കും. അതായത് 30 വയസ്സ് വരെ ആ 20 എത്തിയ സാധനം ഇപ്പം 20 വരെ ഗ്രോ ചെയ്യും. 20 വയസ്സെത്തിയാൽ 30 വരെ സ്റ്റിൽ ആവും, പിന്നെ ഡിക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. Some abilities remain constant while other decline rapidly due to decline in physical efficiency. IQ തന്നെ കുറച്ച് എബിലിറ്റി, ഇപ്പൊ ലാംഗ്വേജ് പോലത്തെ ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ചിലത് ഫിസിക്കൽ എഫിഷ്യൻസി കുറയുന്നതിനനുസരിച്ച് ചിലത് ഇങ്ങനെ കുറഞ്ഞു കേൾവിയും കാഴ്ചയൊക്കെ പോകുമ്പോൾ ചിലത് കുറഞ്ഞു വരും. ഇപ്പം ഏജ് പറയുന്നത് 20 വയസ്സ് വരെ കുത്തനെ പോകും, കൂടിക്കൊണ്ടിരിക്കും. 20 മുതൽ ഒരു 10 വർഷം വരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. 20 എത്രയാണ് എത്തിയിട്ടുള്ളത് അത്രയും തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോട്ട്. ഇതൊക്കെയാണ്. ചിലത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ചിലത് ഡിക്ലൈൻ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഏജ് ഓക്കെ ആണോ? രണ്ടാമത്തെ എൻവയോൺമെന്റിലായിട്ടാണ് പറയുന്നത് റേസ് ആൻഡ് നാഷണാലിറ്റി. കളറും നമ്മുടെ നാഷണാലിറ്റി, ഇന്ത്യനും, രണ്ടും ഒരു എവിഡൻസും ഇല്ല രണ്ടും ഇന്റലിജൻസിന് എങ്ങനെ എഫക്ട്. അതായത് ഇന്ന രാജ്യത്ത് ജനിച്ചെന്ന് വെച്ചിട്ടോ ഇന്ന കറുപ്പ് കളറായി എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ വെളുത്തെന്ന് വെച്ചിട്ടോ ഒന്നും ഇന്റലിജൻസിനെ വല്ലാണ്ട് ബാധിക്കുന്നില്ല. അതാണ് റേസ് ആൻഡ് നാഷണാലിറ്റി. ദർ ഇസ് നോ പ്രൊമിനന്റ് എവിഡൻസ് ടു ഷോ ദാറ്റ് റേസ് ഇസ് എ ഫാക്ടർ ഫോർ ഡിറ്റർമൈനിങ് ഇന്റലക്ച്വൽ ലെവൽ. ഡിഫറെന്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫാമിലീസ് ആർ ഡ്യൂ ടു എൻവയോൺമെന്റ്. ഫാമിലികൾ തമ്മിലുള്ള, ഇപ്പം അമേരിക്കൻ ഫാമിലിയിലുള്ള അത്ര ഇന്റലിജൻസ് ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവാത്തത് അത് എൻവയോൺമെന്റ് കാര്യം, എൻവയോൺമെന്റ് മാറിയതിനെ കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ കളറ് കാരണമോ അല്ലെങ്കിൽ പിന്നെ നാഷണാലിറ്റി കാരണമോ ഒരു ഇന്റലിജൻസിന്റെ കേസിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് സ്റ്റഡീസ് തെളിയിക്കുന്നത്. ഓൾ എവിഡൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഇസ് ലിറ്റിൽ ഓർ നോ ഡിഫറൻസ് ഇൻ ഇൻഹെറിറ്റഡ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ടു ഇയേഴ്സ്. ഈ റേസ് കാരണം കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ IQ-ല് ഒരു മാറ്റവും വരുന്നില്ല എന്നാണ് സ്റ്റഡീസ് തെളിയിക്കുന്നത്. കളറോ നാഷണാലിറ്റിയോ മാറിയെന്ന് വെച്ചിട്ട് IQ മാറില്ല. കൾച്ചർ, നിങ്ങള് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, സ്റ്റാൻഫോർഡ് ബിനറ്റും ബിനറ്റ് കാമത്തും അതുപോലെ തന്നെ മിസിക്കും ബിസ്കും വാപ്പിസും ഒക്കെ ആദിവാസി കോളനിയിലെ കുട്ടിക്കാണ് കൊണ്ടെങ്കിൽ പ്രൊഫൗണ്ട് നയിക്കും കാണിച്ചുതരാം. നിങ്ങളത് ആലോചിക്കേ, നമ്മുടെ നാട്ടിലെ IQ ടെസ്റ്റുകളൊക്കെ ഒരു ആദിവാസി കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിക്കോ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് IQ ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? IQ എന്നതാണ് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക, ഒബ്സ്റ്റക്കിൾസ് മറികടക്കുക, ഇങ്ങനത്തൊക്കെയാണ്. അപ്പം കൾച്ചർ ഓറിയന്റഡ് ആണ്. അപ്പൊ ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട IQ ആണ്. IQ എപ്പോഴും കൾച്ചർ ഓറിയന്റഡ് ആണ്. ആൻസർ ഇൻ ഇന്റലിജന്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൈലി കൾച്ചർ ഓറിയന്റഡ്. ചിലപ്പോൾ അമേരിക്കക്കാർ നമുക്ക് പോലും പറ്റൂല, നമുക്ക് ഇന്ത്യൻ അഡോപ്ഷൻ വേർഷൻ വേണം. അതാണ് കൾച്ചർ വിൽ ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റീസ്. കാരണം കൾച്ചറാണ് നമുക്ക് എത്രത്തോളം, നമ്മുടെ കൾച്ചറിനനുസരിച്ച് എത്ര IQ ഉണ്ടെന്നാണ് തീരുമാനിച്ചത്. കൾച്ചർ വളരെ ഒരു ഘടകമാണ്. ഇപ്പം സ്റ്റാൻഫോർഡ് ബിനറ്റിന്റെ ഇന്ത്യൻ വേർഷനാണ് ബിനറ്റ് കാമത്ത്. ബിനറ്റ് കാമത്ത് ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. സ്റ്റാൻഫോർഡ് ബിനറ്റോ ബിനറ്റ് സൈമൺ ഒന്നും അല്ല, അതൊക്കെ വൈറ്റ്സിനുള്ളതാണ്. നമ്മളിവിടെ ബിനറ്റ് കാമത്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മിസീക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും അതൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കൾച്ചർ ഓറിയന്റഡ് അല്ല. ശരിക്കും കൾച്ചർ ഓറിയന്റഡ് ആണ് എന്ത് ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ. കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലേ കറക്റ്റ് IQ കിട്ടുള്ളൂ. നിങ്ങളൊരു വാപ്പിസ് എടുത്തൊരു ആദിവാസി കോളനിയിലെ കുട്ടീനെ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി പ്രൊഫൗണ്ട് ആയിരിക്കും. എന്താണ് 20 വലിയ 0 ആയിരിക്കും കുട്ടിയുടെ ഇന്റലിജൻസ്. ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണം, എന്നാലേ കുഞ്ഞിന്റെ
ഐക്യു കൃത്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം റേസിനും നാഷണാലിറ്റിക്കും ഒരു പങ്കുമില്ല ഇന്റലിജൻസിന്, കൾച്ചർ വളരെ പങ്കും ഉണ്ട്. ഓക്കെ ആണോ? പറഞ്ഞേ ഈ രണ്ട് കാര്യം ഓക്കെ ആണെന്ന്. ഇനി അടുത്തതാണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ഫിസിക്കലിനും ഹെൽത്തിനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും ഐക്യുവിനെ ബാധിക്കും. ഇപ്പൊ വികലാംഗമായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബ്രെഡ് റിഡൻ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ അങ്ങനത്തെ ഐക്യുവിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. Physical defects such as incomplete maturation of brain cells, sensory and physical handicaps many interfere with observable intelligence behavior. അതായത് ഫിസിക്കൽ ഡിഫക്റ്റ് ആയിട്ടുള്ള ബ്രെയിനിന്റെ സെല്ല് മെച്ചർ ആവാതിരിക്കുക, ഫിസിക്കലി ഓർ സെൻസറി ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാണ്ടാവുക, ചെവി കേൾക്കാത്ത, ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ സെൻസറി ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഒക്കെ നമുക്ക് ഇന്റലിജൻസ് ബിഹേവിയറിനെ ബാധിച്ചേക്കാം. ഡിസീസ് ഓൾസോ എഫക്ട് ഇന്റലിജൻസ്. മറ്റെന്തൊക്കെയോ പനിയൊക്കെ ഇല്ലേ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഐക്യു നന്നായിട്ട് ബാധിക്കും. ഇമോഷണൽ ബോഡീസ് മേ ഇന്റർഫിയർ വൺസ് എബിലിറ്റി. അൺഫേവറബിൾ ഹെൽത്ത് എഫക്ട് മെന്റൽ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. കണ്ടോ, അൺഫേവറബിൾ ആണ് ഹെൽത്തിങ്. അതായത് നമുക്ക് ശാരീരികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയോ എന്തെങ്കിലും വളരെ രോഗം വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഐക്യുവിനെ ബാധിക്കാറുണ്ട്. നോക്കിയേ, സെക്സ്, ഇത് നല്ല രസാട്ടോ. ഈ സെക്ഷലാ പറയുന്നത്. ഇറ്റ് ഇസ് പോപ്പുലർ ബിലീഫ് ദാറ്റ് ബോയ്സ് ആർ മോർ ഇന്റലിജൻസ് ദാൻ ഗേൾസ്. ആണുങ്ങളാണ്. The research studies have shown that there are no significant difference between the sexes. On the average, girls seem to show slight superiority in language, memory and apprehension. ഇതാണ് ശരി. ഒരു ബിലീഫ് ഉണ്ട് ആണുങ്ങളാണ് ഭയങ്കര ഇന്റലിജന്റ്. അല്ല, സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത് ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല. എന്നാൽ പോലും ആവറേജ് കുറച്ച് കൂടുതൽ പെൺകുട്ടികൾക്കാണ് ലാംഗ്വേജിലും മെമ്മറിയിലും അപ്രിഹെൻഷനും. ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ് ആർ കോസ്ഡ് പാർഷ്യലി ബൈ എൻവയോൺമെന്റൽ കണ്ടീഷൻ. എൻവയോൺമെന്റൽ കണ്ടീഷൻ കാരണമാണ് ഓരോരുത്തർ ഐക്യുവിലെ ഡിഫറൻസ്. അല്ലാണെങ്കിൽ സെക്സ് കാരണമോ നാഷണാലിറ്റി കാരണമോ റേസ് കാരണമോ ഒന്നും അല്ല. അപ്പൊ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സെക്സ് മനസ്സിലായോ? പറഞ്ഞേ പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. എടാ, കൾച്ചർ ഓറിയന്റഡ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരു ഇന്ത്യൻ കൾച്ചറിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം ഇന്ത്യയിലെ കുട്ടിയൊക്കെ കൊടുക്കേണ്ടത്. അമേരിക്കക്കാരെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ നമ്മൾ ഐക്യു കിട്ടൂല. കൾച്ചർ ഓറിയന്റഡ് ആണ് എപ്പോഴും ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ്. കൾച്ചർ ഓറിയന്റഡ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അമേരിക്കക്കാരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഐക്യു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു നമുക്ക് പറ്റുമോ? വുഡ് യു ലൈക്ക് ടു ഹാവ് bagel or croissant or cereals and milk on ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ തോന്നിച്ചാൽ മുട്ടും കടലയും നമുക്ക് എന്താന്ന് പോലും അറിയില്ല. നമ്മുടെ കൾച്ചറുമായിട്ട് ഓറിയന്റഡ് ആയിരിക്കണം നമ്മുടെ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ. എന്നാലേ ഐക്യു വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഐക്യു കൾച്ചർ ഓറിയന്റഡ് ആണ്. ഓക്കെ ആണോ? ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അവിടെ ഹൈ കുറച്ചൊരു ഇതുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പേരൻസോ നെയ്ബർഹുഡ്, സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസിൽ എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതായത് ഒന്നുമല്ല, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് ഐക്യു അവർക്ക് ഉണ്ടാവുന്നു അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്തവർക്ക് അത് ചില കുറയും. ഓക്കെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. ഹോം പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഏർലി ഡെവലപ്മെന്റ് ഇയേഴ്സ്. നമ്മൾ വളർന്നു വരുന്ന ചെറിയ പ്രായത്തിൽ ഹോം ഒരു ഭയങ്കര ഏരിയ ആണ്. ഹോം കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ. ഹോം ഭയങ്കരമായിട്ട് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓർ ദ പാരന്റ്സ് നെയ്ബർഹുഡ് ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ ഓൾസോ എഫക്ട് ഓൺ ഇന്റലിജൻസ് ബട്ട് ഡ്യൂ ടു ദിയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പേരൻസിന്റെ നെയ്ബർഹുഡ് എൻവയോൺമെന്റ് കണ്ടീഷൻ ഒക്കെ ഇന്റലിജൻസിനെ എഫക്ട് ചെയ്യാറുണ്ട് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കാരണം. അതായത് പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മൾ നെയ്ബർഹുഡോ ഭയങ്കര സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസാ അല്ലെ. ചില കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന കേട്ടിരുന്ന് പോകാറുണ്ടല്ലേ, ചടപടാന്ന് പറഞ്ഞിട്ട്. അത് അവർ വരുന്ന ആ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും അവരുടെ ഒരു നെയ്ബർഹുഡും കാരണമാണ്. സോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും ഫിനാൻസും ശരിക്കും ഒരു ഘടകമാണ് ഐക്യുല് എന്നാണ് പറയുന്നത്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ലാസ്റ്റ് പറയുന്നത് ഫ്ലൈൻ എഫക്റ്റ് ആണ്, റൈസിംഗ് കർവ് ഫിനോമിന എന്ന് പറയുന്നത്. ജെയിംസ് ഫ്ലൈൻ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഐക്യു ഇച്ചിരി കൂടി കിടക്കാറുണ്ടെന്ന്. അമേരിക്ക പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഐക്യു ഇച്ചിരി കൂടി കിടക്കാറുണ്ട്. അതാണ് ഫ്ലൈൻ എഫക്റ്റ്, റൈസിംഗ് കർവ് ഫിനോമിന by James Fly. It suggests that much of the world's population is scoring progressively higher on intelligences, that is, people's performance on IQ test has improved over time in developed countries. കണ്ടോ, ഡെവലപ്ഡ് കൺട്രീസിൽ IQ ടെസ്റ്റ് എടുക്കുമ്പോൾ IQ കൂടുതലായിട്ട് കാണാറുണ്ട്, റൈസ് ചെയ്ത് കിടക്കുന്ന കാണാറുണ്ട്. ഇതിനെയാണ് ഫ്ലൈങ് എഫക്റ്റ് എന്ന് പറയുന്നത്. വേൾഡ് പോപ്പുലേഷനിൽ തന്നെ സ്കോറിംഗ് ഹൈ കാണിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസിലെ ആൾക്കാരാണ് IQ. അതാണ് ഫ്ലൈങ് എഫക്റ്റ്. ഓക്കെ ആണോ? അപ്പം സം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന ഏജിൽ എന്താ പറയുന്നത്, 20 വരെ കൂടും, 20 മുതൽ 30 വരെ സ്റ്റേബിൾ ആവും, 30 കഴിഞ്ഞാൽ കുറയും. റേസ് ആൻഡ് നാഷണാലിറ്റിക്ക് ഒരു ബന്ധവുമില്ല ഇന്റലിജൻസ് ആയിട്ട്. കൾച്ചർ നല്ല ബന്ധമുണ്ട്. ഹെൽത്തും ഫിസിക്കലും പറയുന്നുണ്ട്. ഹെൽത്തിനോ ഫിസിക്കലിയോ അല്ലെങ്കിൽ സെൻസറിയോ ഹാൻഡിക്യാപ്പ് ആണെങ്കിൽ IQ കുറയാറുണ്ട്. അൺഫേവറബിൾ ഹെൽത്ത് IQ ബാധിക്കാറുണ്ട്. സെക്സ് ബോയ്സിനാണ് കൂടുതൽ എന്നൊക്കെ ഒരു മിത്ത് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബിലീഫ് ഉണ്ടെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല. എന്നാലും കുറച്ച് മെമ്മറിയും ലേണിങ്ങും അപ്രിഹെൻഷനും ഒക്കെ സ്ത്രീകളിലാണ് കൂടുതൽ കാണിക്കാറുള്ളത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടുന്നതോറും IQ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈങ് എഫക്ട് ഡെവലപ്ഡ് കൺട്രീസിലാണ് നന്നായിട്ട് IQ ഉണ്ടാകുന്നത്, റൈസിംഗ് ഉണ്ടാകുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ?
കറണ്ട് പോയി. കറണ്ട് പോയ വൈഫൈ കട്ടാവും. ഞാൻ ഫോണിൽ കണക്ട് ചെയ്യുമ്പോഴത്തേന് വൈഫൈ വന്ന് പിന്നെ ആകെ കൊളായി. അപ്പം എൻവയോൺമെന്റൽ അതർ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, റേസും നാഷണാലിറ്റിക്ക് ഒരു ബന്ധമില്ല, കൾച്ചറിന് നല്ല ബന്ധമുണ്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കലിന് ബന്ധമുണ്ട്. ഹെൽത്തും ഫിസിക്കലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഹെൽത്തിനോ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ട് ഹെൽത്ത് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഐക്യൂല് സെക്സിന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് കൂടുതൽ ആർക്കാണ്, ലേഡീസിനാണെന്നാ പറയുന്നത്. പിന്നെ സോഷ്യോ എക്കണോമിക്കൽ കണ്ടീഷനും ഐക്യൂല് കൂടുതലാക്കാറുണ്ട്. ഡെവലപ്ഡ് കൺട്രീസിലാണ് ഐക്യു കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. അതിനെയാണ് ഫ്ലൈയിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഫാക്ടേഴ്സ് ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നേച്ചർ അല്ലെങ്കിൽ നർച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എവിഡൻസ് ഉണ്ട്, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, സം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും പറയുന്നുണ്ട് ഇന്റലിജൻസിന്റെ. ഇനിയാണ് നമ്മൾ മർമ്മപ്രധാനമായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നത്, തിയറീസ് ഓഫ് ഇന്റലിജൻസ്. നമുക്ക് ഇന്റലിജൻസിൽ ഏറ്റവും പഠിക്കാനുള്ളത് ഇന്റലിജൻസ് തിയറി, ഇന്റലിജൻസ് ടെസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ തിയറീസ് ഓഫ് ഇന്റലിജൻസ്, അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിഫാക്ട് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. 1911 വിൽഹം സ്റ്റേൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യൂണിഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. അതിന് ഓൾസോ നോൺ ആസ് ജനറൽ കപ്പാസിറ്റി തിയറി എന്നും കോമൺ സെൻസ് മോഡൽ. അതായത് എല്ലാവർക്കും ഉള്ള ഒരു സാധനമായിട്ട് ഇന്റലിജൻസ് ജി ആയിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും ഉള്ള ഒരു കപ്പാസിറ്റി, നമ്മൾ എഴുതുന്നു, വായിക്കുന്നു, എല്ലാം ഒരു ജി എന്നാ പറഞ്ഞത്. അത് ജനറൽ കപ്പാസിറ്റി ആയിട്ടാണ് പറഞ്ഞിട്ട് ഉള്ളത്. അവിടെ എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് എല്ലാവർക്കും ഉണ്ട്, അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജനറൽ കപ്പാസിറ്റി ആയിട്ടാണ് പറഞ്ഞത്. ഇതാണ് യൂണിഫാക്ടർ തിയറി. പലരും യൂണിഫാക്ടർ മെൻഷൻ ചെയ്യാറ്, പക്ഷെ യൂണിഫാക്ടർ പറയാണ്ട് ടു ഫാക്ടർ പറയാൻ പറ്റില്ല. യൂണിഫാക്ടർ എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. Around 1911, William Stern introduced his unifactor theory of intelligence, which is also known as general capacity theory or common sense model. Accordingly, intelligence is general or unitary ability which has been labeled as എല്ലാവർക്കും ഒരു ജനറൽ ആയിട്ടാണ് ഇന്റലിജൻസിനെ കാണുന്നത്. ഒരു യൂണിറ്ററി എബിലിറ്റി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉള്ള എബിലിറ്റി ആയിട്ടാണ് ഇന്റലിജൻസിനെ ആര് കണ്ടത്? വില്യം സ്റ്റേൺ. സ്റ്റേൺ കൺസിഡർ ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ എൻഡോഡ് വിത്ത് ജി ദോ ഇൻ അൺഈക്വൽ അമൗണ്ട്സ്. എല്ലാവർക്കും ജി ഉണ്ട്, പക്ഷെ എന്റേതായിരിക്കില്ല ഷായ്മക്ക്, ഷായ്മേതായിരിക്കില്ല നെതക്ക്, നെതരായിരിക്കില്ല നജിക്കുന്നുള്ളൂ. ഇറ്റ് ഇസ് അപ്ലൈഡ് to any problem solving situation or efficiency of which depend on solely upon the environment. കണ്ടോ, നമ്മളത് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ ഡിപ്പെൻഡൻസ് അനുസരിച്ചിരിക്കും എന്റേതും ഷായ്മയുടെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതായത് എല്ലാവർക്കും ഉണ്ട്, ജി ആണ്, എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അൺഈക്വൽ എമൗണ്ടിലാണ്. അതായത് എന്റേതായിരിക്കില്ല മുഷമ്മിറയുടേത്, മുഷമ്മിറയുടേതായിരിക്കില്ല ശ്രീലക്ഷ്മിയുടേത്. എന്തുകൊണ്ടാണ്? അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് നമ്മുടെ ഐക്യു എന്നാണ് സ്റ്റേൺ പറഞ്ഞിട്ടുള്ളത്. വിൽഹം സ്റ്റേൺ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഉള്ളതായിട്ടാണ് അൺഈക്വൽ എമൗണ്ടിൽ. യൂണിഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് മനസ്സിലായോ? പറഞ്ഞേ യൂണിഫാക്ടർ പറഞ്ഞേ. അപ്പം യൂണിഫാക്ടറിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ ചാൾസ് പിയർമാന്റെ ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. അതായത് ചാൾസ് പറഞ്ഞു എല്ലാവർക്കും ജി ഉണ്ട്, എനിക്ക് നിങ്ങൾക്കൊക്കെ ജി ഉണ്ട്, അതായത് എഴുതാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, പഠിക്കണം, അങ്ങനെ എല്ലാവർക്കും ജി ഉണ്ട്. ഇത് കൂടാതെ എസ്, സ്പെസിഫിക് ഫാക്ടർ. എന്താണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് മാത്രമായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. എന്റെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നത് ടീച്ചിങ് കപ്പാസിറ്റി ആണ് ഉള്ളത്. ടീച്ചിങ് എന്നല്ല, ഒരു കോൺസെപ്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ പാടാനുള്ള കഴിവുണ്ടാവും. സ്ക്രീൻ ഷെയർ ഇല്ലല്ലേ? ഐ എം റിയലി സോറി. പറയണ്ടേ? ഞാൻ വിചാരിച്ചിരിക്കുന്ന സ്ക്രീൻ ഷെയർ ഉണ്ടെന്നാ. ഇവിടെ വരയൊക്കെ ഉണ്ട്, നോക്കി കണ്ട, വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തതാണ് സ്പിയർമാന്റെ two-factor theory of intelligence. It was developed in 1904 by an English psychologist, Charles Spearman. Intellectual abilities were comprised into two factors. കണ്ടോ, ജനറലും എസ് ഫാക്ടർ. ജി ഫാക്ടർ ഉണ്ട്, എസ് ഫാക്ടർ ഉണ്ട്. ജനറൽ എബിലിറ്റി ഓർ കോമൺ എബിലിറ്റി, ജി ഫാക്ടർ ഇസ് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി ആണ്.
ഇൻബോൺ ആണ്, എല്ലാവർക്കും ഉണ്ടാവും, യൂണിവേഴ്സൽ ആണ്. എഴുതുക, വായിക്കുക, ഭക്ഷണം കഴിക്കുക, പല്ലേ, ഇങ്ങനത്തെ യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റിയില് അദ്ദേഹം ജി ഫാക്ടർ, അത് എല്ലാവർക്കും ഉണ്ടാവും. ഗ്രേറ്റർ ജി ഇൻ ആൻ ഇൻഡിവിജ്വൽ ലീഡ് ടു ഗ്രേറ്റർ സക്സസ് ഇൻ ലൈഫ്. എത്രത്തോളം ജി ഫാക്ടർ ഉണ്ടാവും അത്രത്തോളം സക്സസ് ആവും. അതായത് ജനറൽ, യൂണിവേഴ്സൽ ആയിട്ടുള്ള ജനറൽ ആണ്. അത് കൂടി കിടക്കുകയാണെങ്കിൽ നല്ല സക്സസ് ആവും, കുറവാണെങ്കിൽ ഫെയിലിയർ ആവും എന്നാണ്. ഇനി എസ് ഫാക്ടർ ആണ്, എ ഗ്രൂപ്പ് ഓഫ് സ്പെസിഫിക് അബിലിറ്റീസ്. നമുക്ക് മാത്രം, നമുക്ക് ജനറൽ ഒക്കെ കോമൺ അബിലിറ്റി ആണ്, യൂണിവേഴ്സൽ ഇൻബോൺ ആണ്. ഇവിടെ എസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സ്പെസിഫിക് എബിലിറ്റീസ് ആണ്. എസ് ഫാക്ടേഴ്സ് അക്വയർഡ് ഫ്രം ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ പഠനം, ഈ സൈക്കോളജി പഠിച്ചത് വഴി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് സൈക്കോളജി പഠിപ്പിക്കാന്നുള്ളത്. എസ് ഫാക്ടർ എൻവയോൺമെന്റ് ഇൻബോൺ അല്ല, എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. ഇറ്റ് വാരീസ് ഫ്രം ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ഇൻ സെയിം ഇൻഡിവിജ്വൽ. എന്റേതായിരിക്കില്ല നെതക്ക്, നെതക്കിന്റെ ആയിരിക്കില്ല ഷൈനയ്ക്ക്. അപ്പൊ നമ്മുടെ യൂണിഫാക്ടർ തിയറിനെ ഒന്ന് മോഡിഫൈ ചെയ്തതാണെന്ന് പറയാം. എന്ത്? നമ്മുടെ സ്പിയർമാന്റെ 2 ഫാക്ടർ, ചാൾസ് സ്പിയർമാൻ ആണ് 1904 കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ഏതാ ആദ്യം വന്നത് കൺഫ്യൂഷൻ ആയിരിക്കും. ഇന്റലക്ച്വൽ എബിലിറ്റീസിന് 2 ഫാക്ടർ ഉണ്ട്, ജി ഫാക്ടറും എസ് ഫാക്ടറും. ജി ഫാക്ടർ നല്ല കോമൺ എബിലിറ്റി ആണ്, യൂണിവേഴ്സൽ ആണ്, ഇൻബോൺ ആണ്. എത്രത്തോളം ജി ഉണ്ട് അത്രത്തോളം നമ്മൾ സക്സസ് ആവും. എസ് ഫാക്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് എബിലിറ്റീസ് ആണ്. ഇവിടെ എസ് ഫാക്ടർ അക്വയർ ചെയ്യുന്നത് എൻവയോൺമെന്റിൽ നിന്നാണ്. അത് ആക്ടിവിറ്റി ടു ആക്ടിവിറ്റിയിൽ മാറി കിടക്കും. ഓക്കെ ആണോ? നമ്മുടെ 2 ഫാക്ടർ തിയറി എപ്പോഴും 2 മാർക്കിനോ അല്ലെങ്കിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇനി തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസ്, PMA തിയറി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 4th സെം ഒക്കെ പഠിക്കുമ്പോൾ ഈ 7 ഞാൻ കുത്തിയിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും കുത്തിയിരുന്നു. സേഫ് ആണെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കാതെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കാൻ മതി. അപ്പൊ ലൂയിസ് തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസ് അല്ലെങ്കിൽ PMA തിയറിയാണ് അടുത്തത്. 1935 ലൂയിസ് എൽ തേഴ്സ്റ്റൺ പുട്ട് ഫോർവേഡ് 7 പ്രൈമറി മെന്റൽ അബിലിറ്റീസ്. 7 ഉണ്ട് കേട്ടോ. വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, നമ്പർ ഫാക്ടർ, സ്പേസ് ഫാക്ടർ, അസോസിയേറ്റീവ് മെമ്മറി, പെർസെപ്ഷൻ സ്പീഡ്, റീസണിങ് ഫാക്ടർ ഒക്കെയാണ് അതില് വന്നിട്ടുള്ളത്. ലേറ്റർ എന്ത് ചെയ്തു? അദ്ദേഹം 2 കൂടി ആഡ് ചെയ്തു, ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും. അങ്ങനെ ഇപ്പൊ 9 ഫാക്ടേഴ്സ് ഉണ്ട്. PMA തിയറിയിൽ 9 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വെർബൽ കോംപ്രിഹെൻഷൻ, വെർബൽ ഫാക്ടർ, അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വേർഡ്സ്, വൊക്കാബുലറി ടെസ്റ്റ്. കണ്ടോ, വൊക്കാബുലറി ടെസ്റ്റിന്റെ മീനിങ് മനസ്സിലാക്കാനുള്ള ആ കഴിവിനെയാണ്. 7 എബിലിറ്റിയാണ് ചെക്ക് ചെയ്യുക ഒരാളുടെ പിന്നെ മെന്റൽ അബിലിറ്റി. ഈ 7 വഴിയാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താ? വെർബൽ കോംപ്രിഹെൻഷൻ ആണ്, മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നത്, വൊക്കാബുലറി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് വേർഡ് ഫ്ലുവൻസി ഫാക്ടർ ആണ്. Ability to think word rapidly as in solving anagrams or thinking of word and rhymes. എന്ന് കാണിക്കുമ്പോൾ വേർഡ് ഓർമ്മ വരും. ആ എബിലിറ്റിക്കാണ് വേർഡ് ഫ്ലുവൻസി. ഞാനിപ്പോ ഈ സാധനം കാണിക്കുമ്പോഴത്തേന് എക്സ്പെൻ അല്ലെങ്കിൽ ഈ ഒരു സാധനം കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേർഡ് ഓർമ്മ, ആ വേർഡിന് ഫ്ലുവൻസിക്കാണ്, ആ ഫാക്ടറിനെയാണ് വേർഡ് ഫ്ലുവൻസി ഫാക്ടർ എന്ന് പറയുന്നത്. നമ്പർ ഫാക്ടർ ഉണ്ട്, നമ്പേഴ്സിന്റെ കമ്പ്യൂട്ടേഷൻ, കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ആയുള്ള ആ ഒരു കഴിവാണ്. എബിലിറ്റി ടു വർക്ക് വിത്ത് നമ്പർ ആൻഡ് പെർഫോം കമ്പ്യൂട്ടേഷൻ, നമ്പറുമായിട്ട് വർക്ക് ചെയ്യാനും കമ്പ്യൂട്ടേഷൻ ചെയ്യാനും. In space factor, ability to visualize space relation as and identify the figure when it's different orientation. നമ്മൾ ഫിഗർ ഒക്കെ തന്നിട്ട് ഈ സാധനം എവിടെ കൊള്ളും, സ്പേസ് എവിടെ കൊള്ളിക്കാം, പസിലൊക്കെ തന്നിട്ട് ഇതിന്റെ സ്പേസ് കൃത്യം ഈ ഒരു പീസ് ഏത് സ്പേസിലാണ് വെക്കേണ്ടത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക, ആ കഴിവിനെയാണ് സ്പേസ് ഫാക്ടർ. ഇപ്പൊ ഇങ്ങനെ കുറെ പീസുകൾ തന്നിട്ടുണ്ടാവും, ഈ ഒരു ബോർഡിൽ ഈ പീസ് എവിടെ വെക്കാൻ പറ്റും, ഈ പീസ് എവിടെ വെക്കാൻ പറ്റും വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത്. 5ാമത്തത് അസോസിയേറ്റീവ് മെമ്മറി ആണ്. എഫക്റ്റീവ് എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. അതായത് എഫക്റ്റീവ് ആയിട്ട് ഒരു സാധനം കോഡ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനുള്ള എബിലിറ്റി ടു റീകോൾ വെർബൽ സ്റ്റിമുലൈസ് സച്ച് ആസ് വേർഡ് പെയർസ് ആൻഡ് സെന്റൻസ്. ഒരു ആദ്യം കുറെ എണ്ണം പഠിപ്പിച്ചെടുക്കും, കപ്പ്, സോസർ അല്ലെങ്കിൽ പെൻ, പെൻസിൽ അങ്ങനെ പഠിപ്പിച്ചെടുത്തിട്ട് കപ്പ് എന്ന് പറയുമ്പോൾ സോസർ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ, അതാണ് അസോസിയേറ്റീവ് മെമ്മറി. അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ഉണ്ടോ എന്ന് നോക്കുക, ആ എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പെർസെപ്ച്വൽ സ്പീഡ്, പെർസീവ് ചെയ്യാനുള്ള സ്പീഡ്, ദ അബിലിറ്റി ടു ഗ്രാസ്പ് വിഷ്വൽ ഇൻഫർമേഷൻ ക്വിക്ലി ടു സീ, the ability to grasp
visual information quickly to see similarity and difference between pictured object. അതായത് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് വിഷ്വൽ ഇൻഫർമേഷൻ കണ്ട പാടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, നമുക്ക് സിമിലാരിറ്റി ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റാം. നമ്മൾ രണ്ട് പിക്ചർ നോക്കുക, ഇത് ഡിഫറെന്റ് ആണ്, ഇത് സിമിലർ ആണ്, നമ്മൾ കണ്ടെത്താൻ ആ ഒരു സ്പീഡിനെയാണ് പെർസെപ്ഷൻ, അതായത് ഡിഫറൻസും സിമിലാരിറ്റിയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് പെർസെപ്ഷൻ സ്പീഡ്. ആ എബിലിറ്റി നോക്കുന്നുണ്ട്. റീസണിങ് ഫാക്ടർ, റീസൺ ചെയ്യാനുള്ള, കാരണം കണ്ടെത്താനുള്ള, അതാണ് എബിലിറ്റി ടു ഫൈൻഡ് ജനറൽ റൂൾ ഓൺ ദ ബേസ് ഓഫ് പ്രസന്റ് ഇൻസ്റ്റൻസ്. ആ പ്രസന്റ് ചെയ്ത സാധനത്തിന് ജനറൽ റൂള്, ബോർഡ് മാസ് പോലെയുള്ള ജനറൽ റൂള് അപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി. ഇങ്ങനെ 7 അബിലിറ്റിയാണ് അദ്ദേഹം ഒരു IQ അല്ലെങ്കിൽ ഇന്റലിജൻസിന് ഉണ്ട് എന്ന് പറഞ്ഞത്. വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ ഫാക്ടർ, സ്പേസ് ഫാക്ടർ, അസോസിയേറ്റീവ് മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, റീസണിംഗ് ഫാക്ടർ. Okay. Later, Thurston added 2 more factors on to his list, making the total of 9: deductive reasoning, inductive reasoning. ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് റീസണിങ്ങിന് അണ്ടറിൽ തന്നെ ഈ ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ 9 എണ്ണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ എബിലിറ്റി മനസ്സിലായോ? PMA തിയറി ഓഫ് തേഴ്സ്റ്റൺ, ലൂയിസ് എൽ തേഴ്സ്റ്റൺ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, എസ്പെഷ്യലി ഫോർത്ത് സെമ്മാർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് ഗിൽഫേർഡിന്റെ സ്ട്രക്ചറൽ ഇന്റലക്ച്വൽ മോഡൽ. 5x6 എന്നുള്ളൊരു എന്താ പറയാ, ഒരു 3 ഡയമെൻഷണൽ മോഡലാണ്. അതിൽ ഓപ്പറേഷൻസ് വരുന്നുണ്ട്, കണ്ടന്റ് വരുന്നുണ്ട്, പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതായത് ഈ 5 കണ്ടന്റ് കൊണ്ട് 5 ഓപ്പറേഷൻസും ആ 5 ഓപ്പറേഷൻസ് കൊണ്ട് 6 പ്രോഡക്റ്റും ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടന്റ് എഴുതുമ്പോഴും ആദ്യം കണ്ടന്റ് എഴുതണം കേട്ടോ. അതായത് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ മോഡല് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഗിൽഫോർഡ് ആണ് 1967. ഹി ഹാസ് പ്രപ്പോസ്ഡ് എ 3 ഡയമെൻഷണൽ മോഡൽ കോൾഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ മോഡൽ. ഇതിന്റെ പേരെന്താണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്നാണ്, ഓർ SI മോഡൽ എന്ന് പറയാറുണ്ട്. ഓൾസോ നോൺ ആസ് ക്യൂബിക് മോഡൽ, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അവിടെ ഫസ്റ്റ് കണ്ടന്റും ഓപ്പറേഷനും പ്രോഡക്റ്റും ആട്ടോ. ആദ്യം കണ്ടന്റ് ആണ്. ഓക്കെ, it refers to a type of content or material on which the operations are performed. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന കണ്ടന്റ് ആണ്. നമ്മൾ ഈ 5 കണ്ടന്റിലാണ് ഓപ്പറേഷൻസ് ചെയ്യാറ്. ആ കണ്ടന്റിനെയാണ് കണ്ടന്റ് പറയുന്നത്. 5 സബ് കാറ്റഗറി ആയിട്ടുള്ളത്. വിഷ്വൽ കണ്ടന്റ്, കാണുന്ന കണ്ടന്റ്, കേൾക്കുന്ന കണ്ടന്റ്, സിംബോളിക് ആയിട്ട് ദാ ഇതൊരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഫുൾ സ്റ്റോപ്പ് ഒരു കണ്ടന്റ് ആണ് അല്ലെ. പിന്നെ എന്താണ്? സെമാൻറ്റിക് ഉണ്ട്, വേർബൽ മീനിങ് ഉള്ള. കാറ്റ് ഒരു കണ്ടന്റ് ആണ്, ഞാനിങ്ങനെ എഴുതിയത് വേർബൽ മീനിങ് ഉള്ള. അതുപോലെ ബിഹേവിയറൽ, എന്താണ്? മറ്റവരെ പറ്റിയിട്ടുള്ള അവൾ പാവമാണ്, അവൾ ദേഷ്യക്കാരിയാണ്, അവളുടെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള നോളജ്, അതിനെയാണ് ബിഹേവിയറൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 കണ്ടന്റ് മേലെ 5 ഓപ്പറേഷൻ നടത്തുമ്പം 6 പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, വിഷ്വൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് കോൺക്രീറ്റ് വിഷ്വൽ മെറ്റീരിയൽ, ഇതാണ് വിഷ്വൽ കണ്ടന്റ്. ഓഡിറ്ററി, ഇറ്റ് ഇൻക്ലൂഡ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൗണ്ട് പെർസീവ്, സൗണ്ടിന്റെ കണ്ടന്റ് ആണ്. സിംബോളിക്കോ, ഇറ്റ് ഇൻക്ലൂഡ്സ് ലെറ്റർ ആൻഡ് വേർഡ്സ്, അതർ സൈൻസ്. കേട്ടോ, എക്സ്ക്ലമേഷൻ മാർക്ക്, ലെറ്റേഴ്സ്. ഇപ്പം എൽ എന്നൊരു വണ്ടിയുടെ മേലെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ അത് ലേണിംഗ് വണ്ടിയാണെന്ന്? അതാണ് സിംബോളിക് കണ്ടന്റ്. സെമാൻറ്റിക് കണ്ടന്റോ ഇൻക്ലൂഡ്സ് വേർബൽ മീനിങ് ഓർ ഐഡിയാസ്. കാറ്റ് എന്ന് എഴുതുന്നത് സെമാൻറ്റിക് കണ്ടന്റ് ആണ്. ബിഹേവിയർ, മറ്റൊരാളെ പറ്റിയുള്ള നോളജ് ആണ്, അയാൾ ഇങ്ങനെയാണ് എന്നുള്ള നോളജിനാണ് ബിഹേവിയറൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 കണ്ടന്റ് ആണ് ഉള്ളത്. ഓക്കെ ആണോ ഈ 5 കണ്ടന്റ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ മക്കളെ. ഈ 5 കണ്ടന്റിൽ നമ്മൾ 5 ഓപ്പറേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്.
അഞ്ച് ഓപ്പറേഷൻസ് ആണ് കൊഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ, കൺവേർജന്റ് പ്രൊഡക്ഷൻ. അവിടെ എന്താണ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കവറി, റീഡിസ്കവറി ആൻഡ് റീകോഗ്നിഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ സം അണ്ടർസ്റ്റാൻഡിംഗ്. ഒരു വിഷ്വലോ ഓഡിറ്ററിയോ സിംബോളിക് ഒക്കെ കണ്ടാല് ഇപ്പൊ ഈ ഒന്നും വേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇത് സിംബോളിക് കണ്ടന്റ് ആണ്. ഇത് കാണുമ്പോൾ ഇത് ഡിസ്കവർ ചെയ്യുക, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്, അല്ലെങ്കിൽ റീഡിസ്കവർ ചെയ്യുക, ഇത് എസ് വളച്ചിട്ട സാധനമാണെന്നോ അല്ലെങ്കിൽ എന്താണ് ഇത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെന്റൻസിന്റെ അവസാനം ഇടുന്നതാണ്, കൊഗ്നിഷൻ ആണ്. മെമ്മറി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പേഴ്സൺസ് അബിലിറ്റി ടു റെഡിലി എൻകോഡ് ഇൻഫർമേഷൻ. ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ നമ്മൾ അത് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യമുള്ളപ്പോൾ അത് എടുത്തിട്ടുണ്ട്. മെമ്മറി റിറ്റൻഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സൺസ് എബിലിറ്റി ടു റീറ്റെയിൻ ദ എൻകോഡഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഒരു സാധനം മെമ്മറിയിലേക്ക് ഇടാനും അത് അവിടെ റീറ്റെയിൻ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ എടുക്കാനുള്ള കഴിവ്, ഇതാണ് മെമ്മറി റെക്കോർഡിംഗ്. ഈ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, ഒരു പ്രോബ്ലത്തിന് പുതുമയുള്ള ഒരു ഉത്തരം കണ്ടെത്തുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ഉത്തരങ്ങൾ കണ്ടെത്തുക, ഇതിനെയാണ് ഡൈവേർജന്റ് പ്രൊഡക്ഷൻ. ഈ ഓപ്പറേഷൻ നടക്കാറുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ അബിലിറ്റി ടു സെർച്ച് ഫോർ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ് ഓർ നൊവേൽ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. അതായത് നൊവേൽ എന്ന് പറഞ്ഞാൽ പുതുമയുള്ള സൊല്യൂഷൻ പ്രോബ്ലത്തിന് കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളത് കണ്ടെത്തുക, ഇതാണ് ഡൈവേർജന്റ് പ്രൊഡക്ഷൻ. പിന്നെ ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് പ്ലേസിംഗ് എ വാല്യൂ ജഡ്ജ്മെന്റ് ഓൺ നോളജ് ആൻഡ് തോട്ട്. ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ആണ് തോന്നുന്നു, അപ്പൊ ഈ സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഇതിന് ഉത്തരം എഴുതേണ്ടതുണ്ട്, ഇതിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺവേർജന്റ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് എന്താണ് ഒരൊറ്റ ഉത്തരം കണ്ടെത്താമെന്ന്, അതായത് ഒരുപാട് ഉത്തരം കണ്ടെത്തുന്നതാണെങ്കിൽ ഡൈവേർജന്റ് പ്രൊഡക്ഷൻ ആണ്. കൺവേർജന്റ് പ്രൊഡക്ഷൻ എന്ന ഒറ്റ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് the ability to search for a correct solution to a problem. കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് കൺവേർഷൻ. ഈ 5 ഓപ്പറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറിയിൽ എൻകോഡും ഉണ്ട് റിറ്റൻഷനും വരുന്നുണ്ട്. ഡൈവേർജന്റ്, ഒരു പ്രോബ്ലത്തിന് തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൊവേൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താം. ഇവാലുവേഷൻ, ഇവാലുവേറ്റ് ചെയ്യുക. കൺവേർജന്റ്, ഒരു പ്രോബ്ലത്തിന് ഒരൊറ്റ സൊല്യൂഷൻ കണ്ടെത്താം. ഈ 5 ഓപ്പറേഷനും 5 കണ്ടന്റിലും നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി പ്രോഡക്ട്സ് ആണ്. ഈ 5 കണ്ടന്റും 5 ഓപ്പറേഷൻസും കൂടി 6 പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. It refers to the research of performing operations on content. It has 6 categories. കണ്ടന്റിന് ഓപ്പറേഷൻസും കൂടിയുള്ള പ്രോഡക്റ്റിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 6 കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇതാണ് ഒരു യൂണിറ്റ്. ഓക്കെ, ഒറ്റ സിംഗിൾ വേർഡോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള കാറ്റിനാണ് നമ്മൾ യൂണിറ്റ്. ഇപ്പൊ കാറ്റ് എന്ന് എഴുതുന്ന ഒരു യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു യൂണിറ്റ്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു യൂണിറ്റ് ആണ്. ഞാൻ ബൗ എന്ന സൗണ്ട് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അത് ഒരു സിംഗിൾ വേർഡ് അല്ലെങ്കിൽ സിംഗിൾ പ്രൊഡക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ സിംഗിൾ വേർഡ് അല്ലെങ്കിൽ സിംഗിൾ ഡെഫിനിഷൻ ഓർ ഐസൊലേറ്റഡ് ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. സിംഗിൾ ആയിട്ടുള്ള സാധനത്തിനാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലാസ്സോ എന്തൊക്കെ, ഇത് ഒരു ക്ലാസ് ആണ്. സിംബൽസ് വൊക്കാബുലറിയിൽ ഉപയോഗിക്കുന്നത് അതാണ്. ഇറ്റ് റെഫേഴ്സ് ടു എ പ്രൊഡക്ഷൻ ഓഫ് എ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് വന്നു, ഇത് വൊക്കാബുലറിയിൽ ഉപയോഗിക്കുന്ന സിംബൽ എന്ന കോൺസെപ്റ്റ്. ഇത് നോക്കിക്കേ, ഇതൊരു യൂണിറ്റ് ആണ്. ഇതുപോലുള്ള ഒരുപാടെണ്ണം വന്നപ്പോൾ അതൊരു കോൺസെപ്റ്റ് ആയി. എന്താണ് വൊക്കാബുലറിയിൽ യൂസ് ചെയ്യുന്ന സിംബൽസ് ആണ്. അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി റിലേഷനോ, ഇവ തമ്മിലുള്ള റിലേഷനാ. എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു എന്താ പറയാ, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാണുമ്പോഴാണ്. ഇത് ക്വസ്റ്റ്യൻ ഉള്ളപ്പോഴാണ്. ഇത് സെന്റൻസ് എൻഡ് ചെയ്യാനാണ്. ഇത് കൊട്ടേഷൻ ചെയ്യാനാണ്. ഇത് ഹൈഫൺ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എനി ഫോം ഓഫ് റിലേഷൻ സച്ച് ആസ് ആൻ അനലോഗി, ഓപ്പോസിറ്റ് ഓർ അനദർ സിമിലർ. ഇത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനിയോ സിസ്റ്റം. It refers to the production of an internally consistent set of classification of various forms. ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കും നമ്മൾ, യൂണിറ്റ്സും ക്ലാസ് റിലേഷൻസും വെച്ചിട്ട്. അതായത് ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ സ്റ്റോപ്പ് ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്.
അവിടെ ഹൈഫണോ അല്ലെങ്കിൽ എക്സ്ക്ലമേഷനോ ഒക്കെ വല്ലപ്പോഴേ ഉപയോഗിക്കാറുള്ള ഒരു സിസ്റ്റം നമ്മൾ ഒരു ഇന്റേണലി നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെക്കും. അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ മീനിങ്, ഓർഗനൈസേഷൻ ഓഫ് സം അതർ അറേഞ്ച്മെന്റ്സ്. മീനിങ് മാറ്റുക അല്ലെങ്കിൽ സം അതർ അറേഞ്ച്മെന്റിന് ഉപയോഗിക്കുക. അതായത് രണ്ട് വേർഡിനൊപ്പം ലോ ക്ലാസ് എന്ന് എഴുതാനും നമുക്ക് ഹൈഫൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് ഹെഡിങ് ഇപ്പം ഇംപ്ലിക്കേഷൻ ഇട്ടിട്ടും നമുക്ക് ഹൈഫൺ ഉപയോഗിക്കാം. കാരണം രണ്ട് വേർഡിനെ ശരിക്കും മുറിച്ചെഴുതാൻ വേണ്ട ഹൈഫൺ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ് ഒരു സൈഡ് ഹെഡിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി ഹൈഫൺ ഉപയോഗിക്കും. ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ സിസ്റ്റത്തിലുള്ള സാധനം വേറൊരു സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിലാക്കുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ. ഈ ഹൈഫൺ കണ്ടോ, രണ്ട് വേർഡിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് വേറൊരു തരത്തിലാക്കുക, അതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് പ്രൊഡക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ മീനിങ്സ് ഓർഗനൈസ്. കണ്ടോ, ഇവിടെ ഈ മീനിങ് മാറി ഇവിടെ വേറെ മീനിങ് ആയി വന്നു അല്ലെ. ഈ ഹൈഫൺ അതർ അറേഞ്ച്മെന്റ് വഴി മീനിങ് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലിക്കേഷൻ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് ഇൻഫർമേഷൻ ആസ് ഇഫ് ബിയോണ്ട് ദ ഡാറ്റ പ്രസന്റഡ്. അതായത് ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിൽ അപ്പുറത്തോട്ട് ഒരു ഇൻഫർമേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയണം, ഈ ഒരു കോട്ട് കാണുമ്പോൾ ഇതാരോ പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ ഇത് ഹൈലൈറ്റ് ചെയ്തിടേണ്ട വാക്കുകളാണ്. അത് ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ അപ്പുറത്തോട്ട്, ഈ സിമ്പിളിന് അപ്പുറത്തോട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇംപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ശരിക്കും ഇവിടെ ഏതോ ഒരെണ്ണത്തിൽ 6 വരുന്നുണ്ട്. അത് ഏതാന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6x5x6 എന്നാണ് പറയുക, 180 അബിലിറ്റി. അതായത് ഈ 6 ശരിക്കും ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, 5 കണ്ടന്റും 5, അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. 5 കണ്ടന്റും 5 ഓപ്പറേഷൻസും 6 യൂണിറ്റും പ്രോഡക്റ്റും ചേർന്ന് 180 അബിലിറ്റി നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദിസ് ആസ്പെക്ട് ഓഫ് ദി ഇന്റലിജൻസ് വാസ് അനലൈസ്ഡ് as separate into subcategories, making 6x5x6 180 abilities. അതായത് പ്രോഡക്റ്റിൽ നോക്കിക്കേ, 2 3 4 5 ഓക്കെ നോക്കിക്കേ, എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡ്, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ്, റിലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഉള്ളിൽ റിലേഷൻ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്യാണ് ഓരോന്നിനെയും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മീനിങ് വേറെയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രസന്റ് ചെയ്യുന്ന ഡാറ്റത്തോട് അപ്പുറത്തോട്ട് മീനിങ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഈ 6x5x6 180 എബിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. പറഞ്ഞേ. മാം ഇന്നും ഉറക്കാതുള്ളേ, റിപ്ലൈ ഒന്നും കാണാനല്ലോ. ഉണ്ടാവും, പുതിയ ടൈം ടേബിൾ ഉള്ള ദിവസമല്ലേ, അപ്പൊ ഇല്ലാതിരിക്കൂലല്ലോ.
ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ഇത്രയും മതി കേട്ടോ. നമ്മള് ഇന്ന് 3 തിയറിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ യൂണിഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസും, അതുപോലെ സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയും, അതുപോലെ തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസും ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഒരു ക്ലാസ്സോടെ തന്നെ നമ്മൾ ചിലപ്പോൾ തിയറീസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതായത് നാളത്തോടെ നമ്മൾ തിയറീസ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മിക്കവാറും ക്ലാസ് ഉണ്ടാവില്ല. വെള്ളിയാഴ്ചത്തെ ക്ലാസ് ഞാൻ ശനിയാഴ്ച ആയിരിക്കും കേട്ടോ എടുക്കാറ്. അപ്പം നാളെ എന്തായാലും ക്ലാസ്സിന്റെ ടൈം ഞാൻ നാളെ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. മിക്കവാറും ഒരു 5 to 6 ആയിരിക്കും ഉണ്ടാവുക. പറ്റുന്നവരൊക്കെ പങ്കെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ് തരാം. നമുക്ക് ഇനി അങ്ങോട്ട് ക്ലാസ് മിസ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈം ടേബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് അതനുസരിച്ചിട്ട് തന്നെ തീർക്കണം. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മളെ വീണ്ടും കാണും. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.